കെനിയയിലെ വാഹനാപകടം, മരിച്ചത് മലയാളികൾ ഉൾപ്പെടെ 5 ഇന്ത്യക്കാർ, ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. നിലമ്പൂരിൽ എം സ്വരാജിന് വിജയസാധ്യതയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പ്രചാരണത്തിൽ ഏറെ മുന്നേറി, അത് വോട്ടാക്കി മാറ്റണം. ഗെറ്റാ തുംബർഗിന് നാടുകടത്തി ഇസ്രായേൽ, വിമാനത്തിലിരിക്കുന്ന ചിത്രം പുറത്തുവിട്ടു. ഓസ്ട്രേലിയ സ്കൂളിൽ വെടിവെപ്പ്, 10 മരണം, ആക്രമണം നടത്തിയ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. 17-കാരൻ ട്രെയിൻ തട്ടി മരിച്ചു, അജ്ഞാത മൃതദേഹം എന്ന പേരിൽ സംസ്കരിച്ച പോലീസ്, ബന്ധുക്കളെ അറിയിക്കാത്തതിൽ പരാതി. ഭീകരർ എവിടെയാണെങ്കിലും പ്രശ്നമില്ലെന്നും പാകിസ്ഥാനിൽ ഒളിച്ചാൽ അവിടേക്ക് കടന്നു ചെന്ന് നേരിടുമെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. തീപിടിച്ച ചരക്കുകപ്പൽ 10 ഡിഗ്രി ചെരിഞ്ഞു, രക്ഷാദൗത്യം ദുഷ്കരമാകുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി. കുംഭമേളയിലെ തിക്കിലും തിരക്കിലും മരിച്ചത് 37 അല്ല 88 പേർ. ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. വരുന്നു പെരുമഴ, കാലവർഷം വീണ്ടും സജീവമാകുന്നു, വിവിധ ജില്ലകളിൽ അലർട്ട്.